അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 35. മുസ്ഹഫുകളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു വരുന്നതും ഈ സമ്പ്രദായം തന്നെ. പക്ഷേ മുൻകാലത്തില്ലാത്ത പലതരം പരിഷ്കരണങ്ങളും പിൽക്കാലങ്ങളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉസ്മാനി എഴുത്തും സാധാരണ അറബി എഴുത്തും തമ്മിൽ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഉച്ചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പദങ്ങൾ എന്നിങ്ങനെ എഴുതുന്ന സമ്പ്രദായം, വകഭേദങ്ങളുടെ അടിസ്ഥാനത്തിൽ പദങ്ങൾ എഴുതുന്ന സമ്പ്രദായം എന്നിങ്ങനെ രണ്ട് സമ്പ്രദായങ്ങളാണ് ഉള്ളത് എന്നാണ് ഈ വ്യത്യാസത്തിന് മുഖ്യ കാരണം. ഉദാഹരണമായി, സ്വലാത്ത് എന്നു ശബ്ദം വരുന്ന പദം സലാത്ത് എന്നും സലാത്ത് എന്നും, ജാവസ എന്ന് വായിക്കുന്ന പദം ജവസ എന്നും ജാവസ എന്നും എഴുതപ്പെടുന്നു. റഹ്മത്ത് എന്നുള്ളത് റഹ്മത്ത് എന്നും, അർസൽനാക്ക എന്നുള്ളത് അർസൽനാക്ക എന്നിങ്ങനെയും എഴുതി വരാറുണ്ട്. ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. അതെല്ലാം എഴുതുന്ന രീതികളാണ്. അതെടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല, ഓഡിയോയിൽ മാത്രമല്ലേ ഉള്ളൂ. മുസ്ഹഫുകളിൽ ഉസ്മാനി എഴുത്തു തന്നെ സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുതലായവരും ഭൂരിഭാഗം പണ്ഡിതന്മാരും ഉസ്മാനി എഴുത്തു തന്നെ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന പക്ഷക്കാരാകുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തു തന്നെ സ്വീകരിക്കണമെന്നുള്ളതിന് ബലപ്പെട്ട തെളിവുകളില്ലെന്നും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുള്ള മുസ്ഹഫുകളും പിൽക്കാലങ്ങളിൽ എഴുതപ്പെട്ട മുസ്ഹഫുകളും തമ്മിൽ എഴുത്തിൽ പല വ്യത്യാസങ്ങളും കാണുന്നത് അതുകൊണ്ടാണെന്നുമാണ് മറ്റൊരു പക്ഷക്കാർ പറയുന്നത്. എന്നാൽ വായനാവേളയിൽ അർത്ഥോദ്ദേശ്യങ്ങളിൽ മാറ്റം വരത്തക്ക വ്യത്യാസം നേരിടുന്നതിന് എഴുത്തിൻ്റെ രൂപഭേദം കാരണമായിക്കൂടാ എന്നത് തീർച്ചയാകുന്നു. മൂന്നാമതൊരഭിപ്രായം ഇതാണ്. അതായത്, കാലത്ത് പ്രചാരത്തിലുള്ള ലിപി സമ്പ്രദായമാണ് മുസ്ഹഫിൽ ഉപയോഗിക്കേണ്ടതെങ്കിലും പഴയ സമ്പ്രദായത്തിലുള്ള എഴുത്ത് ഒരു ചരിത്ര ലക്ഷ്യമെന്ന നിലയ്ക്ക് സൂക്ഷിച്ചു വരേണ്ടതുണ്ട് താനും. ഈ അഭിപ്രായം കൂടുതൽ യുക്തമായി തോന്നുന്നു. അല്ലാഹു അഅലം. പൂർവ്വകാല സമ്പ്രദായത്തിലുള്ള ലിപി പിന്നീട് സ്വീകരിക്കപ്പെട്ട പരിഷ്കരണങ്ങളൊന്നും കൂടാതെ അതേ രൂപത്തിൽ ഉപയോഗിച്ചാൽ ജനങ്ങൾ കുഴപ്പത്തിലാകുന്നതുകൊണ്ട് ഇക്കാലത്ത് അത് ഉപയോഗിച്ചുകൂടാ എന്നും ചില പണ്ഡിതന്മാർ പ്രസ്താവിച്ചിരിക്കുന്നു.